ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം പലരുടെയും മനസ്സിൽ സംശയമുള്ള ഒരു കാര്യമാണ്. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് AC ഓൺ ചെയ്യണോ അതോ ഓഫ് ചെയ്തിടണോ? ഇങ്ങനെ കുറച്ച് പേർക്ക് സംശയമുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഏറ്റവും അവസാനം ഞാൻ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എന്നാൽ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, രാകേഷ് വാഹനം ഓഫ് ചെയ്യുമ്പോൾ AC ഓഫ് ചെയ്തതിനു ശേഷം വാഹനം ഓഫ് ചെയ്യുന്നതല്ലേ നല്ലത്? അങ്ങനെയല്ലേ പണ്ട് കാലം തൊട്ടേ നമ്മൾ ചെയ്തു വന്നിരുന്നത്? അങ്ങനെ തന്നെ ചെയ്താൽ പോരെ? ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു ധാരണയാണ്. കാരണം നമ്മൾ വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും AC ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കാരണം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത്, അതായത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഓട്ടോ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വാഹനം ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ AC വർക്കിംഗ് ആയിരിക്കും, കറക്റ്റ് ആണ്, കംപ്രസർ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ആ AC ഓഫ് ചെയ്യുന്നത്? കാരണം നമുക്ക് അവിടെ വരുന്ന ലോഡിന് വേറെ വ്യത്യാസമൊന്നുമില്ല. കംപ്രസർ കറങ്ങുന്നതിന്റെ ഒരു ലോഡ് മാത്രം അഡീഷണൽ വരുന്നുള്ളൂ. പക്ഷെ ആ ഒരു ലോഡും വേറെ പേടിക്കേണ്ട കേസ് ഒന്നുമില്ല. അതുകൊണ്ട് കഴിവതും നമ്മൾ വാഹനം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മൾ വീട്ടിൽ വാഹനം പാർക്ക് ചെയ്തു ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ചിലർ ചെയ്യുന്ന ഒരു രീതിയാണ് AC ഓഫ് ബട്ടണിൽ ഓഫ് ചെയ്യും. ഇതിപ്പോ ഒരു ഓട്ടോ ക്ലൈമറ്റ് AC ആണ്. ഇനി സാധാരണ AC ആണെങ്കിൽ AC ബട്ടണിൽ പ്രസ് ചെയ്ത് അങ്ങ് ഓഫ് ചെയ്യും. ശരിക്കും ഇങ്ങനെ ഓഫ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ പോലെ വാഹനം വീട്ടിൽ കൊണ്ടിട്ട് AC ഓഫ് ചെയ്ത് ആക്സിലറേറ്ററിൽ കുറച്ച് നേരം കൊടുത്ത്, അതായത് ബാറ്ററി ചാർജ് ആകും അല്ലെങ്കിൽ ചാർജ് ആകാന എന്നുള്ളൊരു രീതി പലരും ചെയ്യാറുണ്ട്. ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ബാറ്ററി ചാർജിങ് നടക്കുന്നുണ്ട്. റേസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ബാറ്ററി പെട്ടെന്ന് ചാർജ് ആകാൻ പോകുന്നില്ല. കാരണം പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ആക്സിലറേറ്റർ കൂടുതൽ കൊടുത്ത ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവും. ചുമ്മാതെയാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഐഡിലിൽ ഇട്ടാൽ പോലും, അതായത് വെറുതെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടാൽ പോലും വാഹനത്തിന്റെ ബാറ്ററി ചാർജ് കയറുന്നതായിരിക്കും. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ അടുത്ത നെക്സ്റ്റ് ഓഫ് ചെയ്യുന്നതിന്റെ കാര്യം, ഒരു കാരണവശാലും നമ്മൾ AC ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ AC ഓഫ് ചെയ്യുന്നുണ്ട് നമുക്കൊരു ബെനിഫിറ്റും കിട്ടാനില്ല, ഒരു ലോസും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഈ രണ്ടും കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് AC ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓഫ് ചെയ്ത് ഇവിടെയുള്ള പെയിന്റ് കുറച്ച് പോകാനുള്ള ചാൻസേ ഉള്ളൂ. അതായത് ഈ ബട്ടന്റെ ഈ കാണുന്ന ഓഫ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിടിച്ച് ഇതിന്റെ കളർ കുറച്ച് ഫെയ്ഡ് ആയി പോകുന്നല്ലാതെ വേറെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് കഴിവതും നിങ്ങൾ വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത് AC ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും AC ഇട്ട് തന്നെ നിങ്ങൾക്ക് വാഹനം ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.